ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അടുത്തൊരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞങ്ങളെ ബിസിനസ്സിൻ്റെ ബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് വടക്കൻ ജില്ലയിലേക്ക് ഞങ്ങളുടെ സ്വന്തം തേനീച്ച ബോക്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ എല്ലാ വർഷവും കൂടൽ തെന്മല ആ ലൊക്കേഷനിലാണ് ഞങ്ങൾ കൂട് വയ്ക്കാറുള്ളത്. ഇക്കൊല്ലം ഫാദറിന് ചെറിയ മെഡിക്കൽ ഇഷ്യൂ ആയതുകൊണ്ട് നെട്ട കുരിശുമല സറൗണ്ടിങ്ങിലാണ് ഈ പ്രാവശ്യം ഞങ്ങൾ തേനീച്ചപ്പെട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ നെട്ടയിലോട്ട് തേനീച്ചപ്പെട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. തേനീച്ചപ്പെട്ടിയിൽ ഈച്ചയടക്കം നമ്മൾ എടുത്ത് മാറ്റുമ്പോൾ നൈറ്റ് തന്നെ എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ അത് പറന്നു പോവേ. അങ്ങനെ നൈറ്റ് കൊല്ലംകോട് സറൗണ്ടിങ്ങിൽ നിന്ന് എല്ലാ വീടുകളിൽ നിന്നും ഞങ്ങൾ തേനീച്ചപ്പെട്ടിയെല്ലാം കളക്ട് ചെയ്തു. നൈറ്റ് ചെറിയ ലൈറ്റ് വെച്ചിട്ടാണ് കാടായാലും പടപ്പായാലും ചവിട്ടിയിട്ട് പോയി ഞങ്ങൾ തേനീച്ചപ്പെട്ടി കളക്ട് ചെയ്യുന്നത്. പറയാൻ സിമ്പിളാണ്, അത് കളക്ട് ചെയ്ത് അടുക്കി കെട്ടി കൊണ്ടുപോകുന്നതിൻ്റെ റിസ്ക് അത് വലിയ റിസ്ക്കാണ് കേട്ടോ. അത്യാവശ്യത്തിന് നിറയെ കുത്തു കിട്ടാറുണ്ട്, എന്നാൽ അതൊന്നും കാര്യമാകത്തില്ല. ഞങ്ങൾ കൂട്ടിൻ്റെ പുറത്ത് ജോലിക്കാരൻ വരെ വന്നിരിക്കുന്ന കാണാൻ വലിയ രസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച പെട്ടിയെല്ലാം ലോഡാക്കി വീട്ടിൽ നിന്ന് തിരിച്ചു കേട്ടോ. എനിക്ക് പിറ്റേ ദിവസം വെളുപ്പിൽ എനിക്ക് ജോലിക്ക് പോകണമല്ലോ, അതുകൊണ്ട് എനിക്ക് നിറയെ ടൈം അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ബൈക്കിലാണ് പോയത്. പോകുന്ന വേയിൽ ചെങ്കവളയിൽ ഞങ്ങൾ ഇറങ്ങി ഒരു ചെറിയൊരു കാപ്പി കൂടിയെല്ലാം കുടിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ കാപ്പിയെല്ലാം കുടിച്ചിട്ട് അങ്ങനെ യാത്ര തിരിച്ചു. അങ്ങനെ നെട്ടയിൽ ഞങ്ങളെ സ്പോട്ടിലെത്തി കേട്ടോ. ഞങ്ങൾ ഇത്രയും കൊല്ലമായിട്ട് ചെയ്യാത്തൊരു പ്ലാനാണ് ഇപ്രാവശ്യം ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ കൂടുതലും ചെയ്യുന്നത് യാഥാർത്ഥ സ്ഥലങ്ങളിൽ തേനീച്ചപ്പെട്ടികളൊന്ന് നൈറ്റ് കൊണ്ട് ഇറക്കി വെക്കും. വച്ചതിന് ശേഷം രാവിലെ വർക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഈ പ്രാവശ്യം ഞങ്ങൾ കൊണ്ടുപോയത് വലിയ ദൂരം ഇല്ലാത്തത് കൊണ്ട് അപ്പോഴും തന്നെ തോണ്ടി നിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അങ്ങനെ എൻ്റെ മാമൻ വന്ന് തൂമ്പ വെച്ചിട്ട് കുഴിയെല്ലാം എടുത്തു. ഞാൻ അതിന് വയ്ക്കേണ്ട സ്റ്റാൻഡ്, കുറ്റിക്കാലം എന്നാണ് ഞങ്ങൾ പറയുന്നത്, അതിന് ഞാൻ ഒന്ന് ഇടിച്ചു ഉറപ്പിച്ചു കൊടുത്തു. അങ്ങനെ എൻ്റെ പപ്പയും ഞാനും കൂടെയാണ് തേനീച്ചപ്പെട്ടിയെല്ലാം വെച്ച് കെട്ടിയത് കേട്ടോ. അങ്ങനെ ഒരു സ്പോട്ട് കുത്തി നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ നിന്നായിരുന്നു. പറയുന്നത് വ്ളോഗിൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തീർത്തു. വലിയ കഷ്ടപ്പാടുണ്ട് കേട്ടോ ഈ ജോലിക്ക്. അതായത് എല്ലാ ജോലികൾക്കും നമുക്ക് കഷ്ടപ്പാടുണ്ട്, എന്നാലും വർഷത്തിൽ ഒരേ ഒരു പ്രാവശ്യം വരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ജോലിയാണ് ഈ ജോലി. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ കളക്ട് ചെയ്ത തേനിനെ നാട്ടിലെത്തിച്ച് ഈ കസ്റ്റമേഴ്സിന് നമ്മൾ സെയിൽ ചെയ്യുമല്ലോ, അപ്പോഴാണ് അവർ പറയുന്ന ഓരോരോ വാക്കുകൾ കേൾക്കുമ്പോൾ എന്തോത്തിനാ ഈ കഷ്ടപ്പെട്ട് നമ്മൾ ഈ ജോലി ചെയ്യണം ചിന്തിക്കുന്ന ഒരു സമയമുണ്ട് കേട്ടോ. നിങ്ങളിതിൽ എന്തെങ്കിലും മിക്സ് ചെയ്തോ, പഞ്ചസാര ഭാവമാണോ, ഇല്ല ഒറിജിനൽ തേനാണോ, അവരെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് ഒറിജിനൽ തേനാണെന്ന് പറയുന്നത് വരയ്ക്കും, പറഞ്ഞവരെ മനസ്സിലാക്കുന്നത് വരയ്ക്കും ഞങ്ങൾ പെടുന്ന പാടുണ്ടല്ലോ, ആ പൊന്നു തമ്പുരാന് മാത്രമേ അറിയാവൂ. നിങ്ങൾ ഒറിജിനൽ തേന് വേണമെങ്കിൽ